പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ഫേസ് പാക്കോ അതിൽ നിന്നുണ്ടെങ്കിൽ ഹെയറിനുള്ള പാക്കുകളോ ഒന്നുമല്ല നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വീട്ടിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു മോയ്സ്ചറൈസ് തയ്യാറാക്കുന്ന വിധമാണ്. നമുക്കറിയാം, എപ്പോഴും നമ്മൾ പാക്കൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും പാക്കൊക്കെ കഴുകി കളഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസ് ചെയ്യണമെന്ന് എപ്പോഴും പറയുന്നതാണ്. എല്ലാവരും പറയുന്നതാണ് നമ്മൾ ഫേസിലൊരു മോയ്സ്ചറൈസ് ചെയ്യണമെന്ന്. കാരണം ഫേസ് നല്ല രീതിയിൽ നല്ലൊരു ഭംഗിയായിട്ടിരിക്കുന്നതിന് വേണ്ടി ഈ മോയ്സ്ചറൈസ് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ ഏത് വാങ്ങണം, അല്ലെങ്കിൽ ഏത് ഉപയോഗിക്കണം, ഏതായിരിക്കും നല്ലത് എന്നൊക്കെയുള്ള കൺഫ്യൂഷനിലായിരിക്കും നമ്മൾ. കാരണം നമ്മുടെ ഫേസിൽ തന്നെ ഉപയോഗിക്കുന്നതാകുമ്പോൾ നമുക്ക് എപ്പോഴും നല്ലതായിരിക്കുമോ, അത് കെമിക്കലൊക്കെ ചേർന്നതായിരിക്കുമോ, അത് വേറെ എന്തെങ്കിലും കുഴപ്പമുള്ളതായിരിക്കുമോ, അങ്ങനെയൊക്കെയുള്ളൊരു ചിന്ത ഉണ്ടായിരിക്കും. അപ്പം അതിനെല്ലാം ഒരു പരിഹാരമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസ് തയ്യാറാക്കുന്ന വിധമാണ് ഇന്ന് ഞാൻ പറയുന്നത്. വളരെ എഫക്റ്റീവായിട്ടുള്ളതാണ്, നല്ല റിസൾട്ട് കിട്ടുന്നതുമായിട്ടുള്ള ഈ മോയ്സ്ചറൈസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും അതിനെന്തൊക്കെയാണ് വേണ്ടുന്നതെന്നും ഒക്കെ നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എനിക്ക് പനിയാണ്, അതുകൊണ്ട് തന്നെ എൻ്റെ സൗണ്ടൊക്കെ ഒരുമാതിരി അടച്ചിരിക്കുകയാണ്. 2 ദിവസം കൊണ്ട് വീഡിയോ ഇടാഞ്ഞതും അതുകൊണ്ട് തന്നെയാണ്, പനി ആയതുകൊണ്ടാണ്. ഇപ്പം ഞാനിപ്പോൾ ഇതുപോലെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പാത്രത്തിലേക്ക് നമുക്ക് ആദ്യം തന്നെ അലോവേര ജെല്ലാണ് എടുക്കാൻ പോകുന്നത്. ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ ജെല്ലാണ്. ഇത് ഞാനിപ്പോൾ 2 സ്പൂൺ, ഈ സ്പൂണിന് 2 സ്പൂണിന് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ഇനി നമുക്ക് 1 സ്പൂണും കൂടി എടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പം ഞാൻ 2 സ്പൂണിന് വേണ്ടിയിട്ട് അലോവേര ജെല്ല് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അലോവേര ജെല്ലാണെങ്കിൽ കുറേ കൂടി എഫക്റ്റീവ് അത് തന്നെയാണ്, ഏറ്റവും നല്ലത് അത് തന്നെയാണ്. അടുത്തതായിട്ട് നമ്മുടെ ഗ്ലിസറിനാണ് എടുക്കുന്നത്. ഇത് വെജിറ്റബിൾ ഗ്ലിസറിനാണ്. വെജിറ്റബിൾ ഗ്ലിസറിൻ തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഏറ്റവും നല്ലത് ഇത് തന്നെ, ഇങ്ങനെയുള്ള വെജിറ്റബിൾ ഗ്ലിസറിനാണ്. ഇതിപ്പോൾ ഞാൻ 2 സ്പൂണിന് വേണ്ടിയിട്ട് അലോവേര ജെല്ല് എടുത്തപ്പോൾ 1 സ്പൂണിന് വേണ്ടിയിട്ട് ഗ്ലിസറിനാണ് എടുക്കുന്നത്. ഇപ്പോൾ 1 സ്പൂൺ ഗ്ലിസറിനും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ 1 സ്പൂണിന് വേണ്ടി റോസ് വാട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്കറിയാം, റോസ് വാട്ടറും ഗ്ലിസറിനും ഒക്കെ ഫേസിന് നല്ലൊരു ഗ്ലോ തരുന്നതിന് സഹായിക്കുന്നതാണ്. അത് നമ്മൾ ഈ സ്പൂണിന് 2 സ്പൂണിന് വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നു. 1 സ്പൂണ്, 2 സ്പൂണിന് വേണ്ടി റോസ് വാട്ടറും കൂടി ഒഴിച്ചു കൊടുത്തു. ഇത് ഇത്രയും കൂടി ഒഴിച്ചതിന് ശേഷം നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് 3ഉം കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. കുറച്ച് സമയം എടുത്ത് വേണം ഇത് മിക്സ് ചെയ്യാൻ. കാരണം എങ്കിലേ നമ്മൾ ഉദ്ദേശിച്ച അതേ കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടുകയുള്ളൂ. മിക്സ് ചെയ്ത് നമുക്ക് ഇപ്പോൾ ഇതല്ലേ കളറ്, ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു ഓഫ് വൈറ്റ് ക്രീം പോലെ ആയി കിട്ടണം. അതുവരേക്കും നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കും. ഞാനിപ്പോൾ കുറച്ച് മാത്രമേ തയ്യാറാക്കിയിട്ടുള്ളൂ. കാരണം എൻ്റെ കയ്യിൽ ഓൾറെഡി ഇരിപ്പുണ്ട് ഇത് തയ്യാറാക്കിയത്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മാത്രമേ തയ്യാറാക്കിയിട്ടുള്ളൂ. ഇങ്ങനെ കുറച്ച് സമയമെടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. നമുക്ക് മോയ്സ്ചറൈസ് ഒക്കെ നല്ല രീതിയിൽ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇതേ രീതിയിൽ നമുക്ക് തയ്യാറായി കിട്ടിയിട്ടുണ്ട്. നല്ല റിസൾട്ട് ഉള്ളതാണ്. കാരണം ഇത് നമുക്ക് ധൈര്യമായിട്ട് മുഖത്തൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. യാതൊരു സൈഡ് എഫക്റ്റ് ഇതിൽ നിന്നും ഉണ്ടാവത്തില്ല. കാരണം നമ്മൾ വീട്ടിലുള്ള നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങൾ മാത്രമാണ് നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇത് വളരെ നല്ലതാണ്. നമുക്ക് ഏതെങ്കിലും പാക്കുകളൊക്കെ ഉപയോഗിച്ചതിന് ശേഷം മുഖമെല്ലാം വാഷ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ മോയ്സ്ചറൈസ് ഉപയോഗിക്കാം. അതുമല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പിട്ട് നമുക്ക് ഫേസിലെല്ലാം നല്ല ക്ലീൻ ആക്കിയതിന് ശേഷം കുറച്ച് മോയ്സ്ചറൈസ് എടുത്ത് നമുക്ക് നന്നായിട്ട് ഫേസിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെയൊക്കെ ചെയ്യുന്നതിന്, അതുപോലെ തന്നെ കാലുകളിലൊക്കെ ഉണ്ടാകുന്ന മുരി പോലെയൊക്കെ വരത്തില്ലേ ചില ആൾക്കാർക്കൊക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മുരിച്ചിലൊക്കെ മാറുന്നതിനൊക്കെ വളരെയധികം നല്ലതാണ് ഈ മോയ്സ്ചറൈസ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ബൈ ബൈ.